ഇത് കട്ടപ്പന ചെറുതോണി ഇടുക്കി റോഡാണ്. നല്ല മഞ്ഞ ഇവിടെയൊക്കെ. ഇത് ഈ വഴിക്കുള്ള ഡബിൾ കട്ടിംഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് നേരെ കിടക്കുന്ന വഴി ഇടുക്കിക്കൊക്കെ പോകുന്നതാണ്. ഇടുക്കി, തൊടുപുഴ, എറണാകുളമൊക്കെ പോകും. നമ്മൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത് കേട്ടോ. അതിലെ തങ്കമണിക്കൊക്കെ പോകാവുന്ന ഒരു വഴിയുണ്ട്. ആ വഴിക്ക് കുറച്ച് നല്ല കാഴ്ചകൾ കിട്ടും. നമുക്കൊന്ന് പോയി നോക്കാം. മൊത്തം മഞ്ഞ എല്ലായിടത്തും. നമ്മൾ കട്ടിങ് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നതാണ്. ഇതെവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു അന്നപൂർണേശ്വരി ക്ഷേത്രം, ഗുരുദേവ ക്ഷേത്രം. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ കേട്ടോ. മഞ്ഞൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്ന കാരണം ഈ വഴിക്ക് നമുക്കങ്ങ് പോയി നോക്കാം, എവിടെ ചെല്ലും നോക്കാം. ഇവിടുന്ന് ഒരു ജംഗ്ഷൻ തിരിയുന്നുണ്ടേ. ആ ജംഗ്ഷൻ തിരിഞ്ഞതാ താഴോട്ടും വഴി മുകളിലോട്ടും വഴി. ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കാണ് നമ്മൾ പോകണം കേട്ടോ. ഇവിടെയൊക്കെ കാണാൻ എന്നാ ഭംഗിയാന്ന് നോക്കിയേ. ഒരു വീടും നല്ല മനോഹരമായൊരു തേയിലത്തോട്ടവും, പിന്നെ അതിലൂടെ മഞ്ഞിറങ്ങി വരുന്ന കാഴ്ച. ഇവിടെ കുറച്ച് മഞ്ഞിപ്പോൾ മാറിയിട്ടുണ്ടേ. ഈ മനോഹരമായ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ടല്ലോ നല്ലൊരു വ്യൂ ആണ്. അവിടുന്ന് മഞ്ഞൊക്കെ ഇങ്ങനെ ഓടി ഓടി കയറി വരുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റും. അവിടെ ഒരു മാവൊക്കെ നിൽപ്പുണ്ട്. വീട് നല്ല ഹൈലൈറ്റ് ആട്ടോ. ഇവർക്ക് ഏതായാലും രാവിലെയും വൈകിട്ടൊക്കെ നല്ല താഴോട്ടുള്ള വാലിയും വ്യൂ ഒക്കെ കാണാൻ പറ്റുമേ. അതുപോലെ തന്നെ മനോഹരമായൊരു റോഡുമാണ് താഴോട്ട്. ഇവിടെ തേയില കൃഷിയാണ് കൂടുതൽ. ആ സൈഡിലൊക്കെ തേയിലയാണ്. ആ മലയിലേക്ക് മഞ്ഞിങ്ങനെ ഓടി ഓടി കയറുന്നൊരു കാഴ്ചയുണ്ടോ. ഈ സൈഡിലും തേയില കൃഷിയാണ് കേട്ടോ കൂടുതലും. ഒരു തെങ്ങ് ഒറ്റപ്പെട്ട അവിടെ നിൽപ്പുണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് പോകേണ്ട വഴിയാണിത്. ഈ പോകുന്ന വഴിക്ക് ഏലവും കാപ്പി കൊടി എല്ലാ കൃഷികളും ഉള്ളതാണ്. ഇപ്പോൾ മഴ ഇച്ചിരി കുറഞ്ഞേ. ഇനിയിപ്പോൾ നമുക്ക് നാരായക്കാനം ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഇതാ മനോഹരമായൊരു കുരിശുപള്ളി. നേരത്തെ ശരിക്കും കാണത്തില്ലായിരുന്നു. അതിൻ്റെ അപ്പുറം തന്നെ നല്ലൊരു വീടൊക്കെ ഉണ്ട്. ഇതാ ഈ വഴിക്ക് പോകും. ഇവിടെ കുറേ പൈപ്പൊക്കെ അടിക്കേക്കുന്ന കാണാം. വെള്ളത്തിൻ്റെയാണ്. കുറച്ച് താഴോട്ടൊന്ന് വന്ന വിധമുണ്ടല്ലോ. ഇവിടെ ഈ സൈഡിലൊരു വീടുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നല്ലൊരു ഗ്രൗണ്ട് കാണുന്നുണ്ട് കേട്ടോ. ഈ വാഹനങ്ങളൊക്കെ ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഗ്രൗണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, ഒരു കളി ഗ്രൗണ്ടും കൂടെ കേട്ടോ. വോളിബോളോ ഫുട്ബോളോ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അവിടെ ഇതാ വടംവലിയുടെ പരിശീലനത്തിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഇടുക്കി റോഡ് അതിൻ്റെ സൈഡിലിരിക്കുന്ന ഒരു ഹോം സ്റ്റേ ഒക്കെ കാണാവേ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ മഞ്ഞ് കയറി പോകുന്നുണ്ടോ. ഇടുക്കി മലനിരകളിലേക്ക് മഞ്ഞ് ഓടി കയറിക്കൊണ്ടിരിക്കുക. ഇതിൽ നിന്നിട്ടാണ് വടംവലി പരിശീലനം. അവിടെ വെയിറ്റ് കെട്ടിയിട്ടിട്ട് ഇവിടുന്ന് അവരിങ്ങനെ അങ്ങോട്ട് വലിക്കും. അതിനനുസരിച്ചാണ് അതിൻ്റെ പരിശീലനം. ഇനിയിപ്പോൾ ഈ പരിശീലനമൊക്കെ കൂടി വരും. ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും വടംവലിയും അങ്ങനത്തെ പരിപാടിയൊക്കെ കൂടി വരുമല്ലോ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ നാരായക്കാനം ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നാരായക്കാനമാണേ. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്, സ്കൂളുണ്ട്. വളരെ മനോഹരമായ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നാരായക്കാനം ടൗണിൻ്റെ സിറ്റിയുടെ ഒരു തുടക്കം ഇവിടെ കേട്ടോ. അപ്പുറത്ത് പള്ളിയൊക്കെ ഉണ്ട്. ഒരു പഴയ സിറ്റിയാണ്. അവിടെ നോക്കിയേ, ഇടുക്കി മലനിരകളിലേക്ക് മഞ്ഞങ്ങനെ ഓടി ഓടി കയറുന്നൊരു കാഴ്ചയാണ്. നമ്മൾ മുകളിൽ നിന്ന് കണ്ടേ ആ ഒരു ഹോം സ്റ്റേ ഒക്കെ അവിടെ നമുക്ക് ദൂരെ കാണാവേ. അത് നാരായക്കാനത്തെ പള്ളിയാണ് കേട്ടോ. ഈ പള്ളിയുടെ ഫ്രണ്ട് കൂടെ ഒരു വഴി ഇതാ അങ്ങോട്ട് പോകുന്നുണ്ടേ. അവിടെ തേയിലക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അത് പോകുന്നത്. പക്ഷെ അതെങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് നമുക്ക് വലിയ തിട്ടമില്ല. നാരായക്കാനം സിറ്റിയിൽ നമ്മൾ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല. കാരണം വെച്ചാൽ അവിടെ എന്തോ ബാങ്ക് ഇലക്ഷൻ എന്തൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഒത്തിരി പരിപാടി ഒക്കെ ആയിട്ട് കണ്ടേ. അപ്പം നമ്മളിനി അതിൻ്റെ ഒരു വീഡിയോ എടുത്താൽ അവരെന്തോ വല്ല പത്രം പരിപാടിയോ എന്തെങ്കിലുമാണെന്ന് വിചാരിച്ചിട്ട് ആ പള്ളിയുടെ കാഴ്ച നമ്മൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ഈ വഴി നമ്മൾ ആ ഇടുക്കി റോഡിലോട്ടാണ് പോയി കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ നമുക്ക് ഈ വഴിക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതുണ്ടോ ഇവിടെ എത്ര മനോഹരമായൊരു സ്ഥലമാണ് നോക്കി. അതിൻ്റെ മുകളിൽ കണ്ടോ മഞ്ഞങ്ങനെ കയറി പോകുന്നുണ്ടോ. ഇപ്പോൾ ഇവിടെ മഞ്ഞ് ഇച്ചിരി കൂടെ കൂടിയല്ലേ. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. ഇവിടെ ഒരു പൂമരമൊക്കെ കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ ഒരു നല്ല കളർ അടിച്ചൊരു വീടൊക്കെ ഉണ്ട്. ആ ഒരു ഓട്ടോ കയറി പോകുന്നുണ്ടോ. എന്നാ കയറ്റം വന്നറിയോ മുകളിലോട്ട്.
നല്ല കുത്തിറക്കം താഴോട്ടും. നമ്മൾ ആ മോളിൽ നിന്നുള്ള ഇറക്കമൊക്കെ ഇറങ്ങി വന്നപ്പോഴേ വൈറ്റ് സൈഡിൽ കുറേ വീടുകളൊക്കെ ഉണ്ടേ. ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് കപ്പലുമാവ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ഈ സൈഡിലൊക്കെ കാണാം. കശുമാവ് നിൽക്കുന്നുണ്ടോ, അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല മനോഹരമായ ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച നമുക്ക് കാണാവേ. ഇതുണ്ടോ, അക്കരെയൊക്കെ കുറേ കൃഷിയിടങ്ങളൊക്കെയാണ്. വാഴ, തെങ്ങ്, ഏലം, കാപ്പി, കൊടി എല്ലാം ഉണ്ട്. അതിനെല്ലാം തഴുകി ഉണർത്തിക്കൊണ്ട് ഈ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച നോക്കി, എന്ത് ഭംഗിയത് കാണാൻ. ഈ കൊച്ചു പുഴയും ചെന്ന് ചേരുന്നത് നമ്മുടെ ഇടുക്കി ജലാശയത്തിലോട്ട് തന്നെയാണ് കേട്ടോ. ഇടുക്കി ജലാശയമല്ല, ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലേക്ക് വെള്ളം എത്തിക്കുന്ന മറ്റൊരു ചെറിയൊരു ഡാമുണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്ക്. അത് ഈ വഴിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടേക്കാന്ന് തോന്നി പുഴയിലെന്ന്. പിന്നെ പെരിയാറിലേക്ക് ചെന്ന് പതിക്കും ഇത്. എന്നാൽ ഈ പുഴ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന കാണാനാണ് ഭയങ്കര ഭംഗി. അത് ഒന്നുകൂടെ ഒന്ന് കണ്ടു കളയാം. അപ്പൊ നമ്മുടെ ഉദ്ദേശം തെറ്റിയില്ല കേട്ടോ. നമ്മള് ഇടുക്കിക്ക് ഇടുക്കിക്ക് അടുത്ത് തന്നെ ചെറിയൊരു ഡാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ കാണുന്നതാണേ. അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള ഒരു പെർമിഷൻ ഒന്നുമില്ല. നമുക്ക് ഈ വഴി സൈഡിൽ നിന്നതിന്റെ ഒരു കാഴ്ചകൾ ഇങ്ങനെ കാണാമെന്ന് മാത്രം. ആ മോളിൽ നിന്ന് ഒഴുകി വരുന്ന ആ ചെറിയ പുഴയുടെ വെള്ളം ഇവിടെ ഇങ്ങനെ നിറഞ്ഞിട്ട് താഴോട്ട് അതിലെ കവിഞ്ഞ് ഒഴുകുന്നുണ്ട് കേട്ടോ. അതിന്റെ മറുപുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നമ്മൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം കാണാൻ പറ്റുമോ. നമ്മൾ താഴോട്ട് കയറി വന്ന വഴിയുണ്ടോ, അങ്ങനെ ഇങ്ങോട്ട് നോക്കി കഴിയുമ്പം ഇവിടുന്ന് നമുക്ക് ആ താഴത്തെ ആ ഡാമിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം. അങ്ങതാ അവിടുന്ന് ആ കാട്ടിൻ്റെ കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ടോ. നമ്മൾ മുകളിൽ കണ്ട പുഴ, താഴെ ആ ഡാമിന്റെ ഒരു വാല് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഒരു ടണൽ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ടണൽ എതിലൂടെ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഇവിടെ നിരോധിത മേഖല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഈ വെള്ളവും ഇടുക്കി ഡാമിലേക്ക് തന്നെ എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുന്ന് ഒരു ടണലുണ്ട്. ആ ടണൽ വഴി വെള്ളം താഴോട്ട് എത്തിക്കുകയാണ് കേട്ടോ. ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇതിലെ കൂടെയൊക്കെ ഇങ്ങനെ ഈ ഡാമിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇത്ര പൊങ്ങി നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ഡാമും ഈ ഒരു ഡാമും വലിയ താഴ്ച വ്യത്യാസം ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇതിങ്ങനെ നിൽക്കുന്നത്. നമ്മൾ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. ഇത് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ താഴെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടാ കയറി വരുന്നത്. ഇവിടെ നമ്മൾ ആ മെയിൻ റോഡിലേക്ക് ചെന്ന് കയറുവാണേ. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ്, ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. താഴെ നിന്നൊരു ബസ് കയറി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ, കട്ടപ്പനയ്ക്കുള്ള ബസ് വരുന്നുണ്ടോ. ഇവിടെ കുറച്ച് ആൾക്കാർ ബസ്സൊക്കെ നോക്കി ഇങ്ങനെ നിൽപ്പുണ്ടേ. താഴോട്ടുള്ള വഴി ഇടുക്കിക്കുള്ളൂ, മേളിലോട്ടുള്ള വഴി കട്ടപ്പന, കുമിളി ഒക്കെ പോകുന്ന വഴിയാണേ. അതുപോലെ ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഡാം വ്യൂ റിസോർട്ട് എന്ന് പറയും. അങ്ങ് മുകളിലാണെന്ന് തോന്നുന്നു. അതോ താഴെയാണോ, താഴോട്ടൊക്കെ കൈ കാണിച്ചേക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ വാഹനങ്ങളൊക്കെ കയറി വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ സൈഡിലെ പാറ ഉണ്ട്. ഈ പാറ കൂടെ എല്ലാം വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഒലിച്ച് വരുവാണ്. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ഭയങ്കര അതിശയം തോന്നി കേട്ടോ. ഇവിടുന്ന് ഒരു മഴ പോലെ ഇങ്ങനെ നല്ല ഷവറായിട്ട് വെള്ളം വരുന്നുണ്ടോ. ഈ ഷവറായിട്ട് വരുന്ന വെള്ളത്തിനെക്കാട്ടി അപ്പുറമാണ് ഈ പാറ കണ്ടോ. ഈ പാറയുടെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ടോ. അതൊരു നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. അതിനിടയ്ക്ക് ബസ് വന്നു, അത് പിടിക്കാൻ പോയേ. ഈ കാഴ്ച നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടളയാം. ഈ പാറയുടെ ഇടയ്ക്ക് വെള്ളം ഇങ്ങനെ വരുന്നത്, ഈ പാറ താഴെ പോരുമോ. ഇങ്ങനെ വെള്ളം ചീറ്റുമ്പോഴാണ് ഒരു രക്ഷയില്ലാതെ അവിടെ ഇങ്ങനെ മണ്ണെല്ലാം കൂടെ പറഞ്ഞിട്ട് എല്ലാം കൂടെ ഉരുളു പൊട്ടി താഴോട്ട് വരുന്നു കേട്ടോ. എന്നാലും ഇതൊരു വേറിട്ട കാഴ്ച. ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളച്ചാട്ടമാണേ. ഇതുണ്ട് ഒരു വെള്ളച്ചാട്ടം. നമ്മൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് എരച്ചിൽപ്പാലമൊക്കെ പോകും. പക്ഷെ നമ്മുടെ ഇവിടെ തന്നെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടമുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ താഴോട്ട് ഇങ്ങോട്ട് കുഴി വരുന്ന കാണാനായിട്ട്. ഇവിടെ ഒരു കലിങ്ങുണ്ട്, അതിലേ പോവേ. ഇവിടെ കൂടെ നേരെ ഒരു ഡിസൈൻ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ, ഓ ഭയങ്കര കലാപരിപാടിയായിരുന്നല്ലോ. ഈ ബിയർ കുപ്പിക്ക് പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നതാണേ. അതേ നല്ലൊരു വർക്കാ. വെള്ളച്ചാട്ടം അവിടെ മാത്രമല്ല, ഇവിടെ ഉണ്ട്. ഇതിൽ അതേ കൂടെ ഒരെണ്ണം വരുന്നുണ്ടോ. ഈ വെള്ളച്ചാട്ടം കാണുന്നതൊക്കെ വളരെ ഭംഗിയാണ്. പക്ഷെ അതിനെക്കാട്ടി ഭയങ്കരമായൊരു കാഴ്ച കൂടി ഇപ്പുറത്തുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതുകൊണ്ടോ ഇവിടുന്ന് ഈ കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞു പോയതാണേ.
വെള്ളം കൂടുതലായിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടേ അതെല്ലാം കൂടി ഇടിഞ്ഞു പറിച്ച് താഴോട്ട് പോയി. വെള്ളച്ചാട്ടം എന്തായാലും ഭംഗിയാണ്. താഴേന്ന് ഇടുക്കി ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ. ഈ റോഡിൽ എപ്പോഴും നല്ല തിരക്കുള്ള വഴിയാണ് കേട്ടോ. കാരണം നമ്മുടെ തമിഴ്നാട് ബോർഡറിലേക്കൊക്കെ പോകുന്ന ഒരു റോഡാണിത്. അതായത് നമുക്ക് ഈ ഡാം ടോപ്പിനും കൂടെ ഒന്ന് പോയിട്ട് വരാവേ. അവിടെ എന്തെങ്കിലും കാഴ്ച ഉണ്ടോ എന്ന് നോക്കാം. കുറത്തിമല നിൽക്കുന്ന നിൽപ്പുണ്ടോ? ഇവിടെ അധികം സന്ദർശകരൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഓണമൊക്കെ ആയാലേ തിരക്കൊക്കെ ആവുള്ളേ. ആ പാറയുടെ മുകളിൽ നിന്നൊക്കെ ഒത്തിരി വെള്ളം ഇങ്ങനെ ആടുന്നുണ്ടേ. ആ പാറയിലൊക്കെ ഒന്ന് നോക്കി, എന്തോ ഒരു സ്ലിപ്പാണെന്നറിയോ പാറ. മാത്രമല്ല കല്ലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് ആ സൈഡിൽ കൂടെ ഒക്കെ വന്നാലേ. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ. ഇല്ല ഗേറ്റ്. ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പ്രവേശനമൊന്നുമില്ല. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ ഫോണോ ക്യാമറയോ ഒന്നും ഉപയോഗിക്കാനും പാടില്ല കേട്ടോ. ആ ഒരു ചളുക്കിൽ കൂടെ കേട്ടോ ആ വെള്ളം വരുന്നത്. ഇതൊരു നല്ല കാഴ്ചയാണ്. ഇവിടുന്ന് താഴോട്ടുള്ള കാഴ്ചകളുണ്ടോ? താഴത്തെ ഗ്രൗണ്ട്, പിന്നെ അവിടെ ഒരു ലോഡ്ജ് ഉണ്ട് കേട്ടോ, ഇടുക്കി ലോഡ്ജ്. പിന്നെ നമ്മുടെ കുറവമ്മലയാണ് അങ്ങേയറ്റത്ത്. ഇങ്ങേയറ്റത്തുള്ള കുറത്തിമലയാണ് കേട്ടോ. കുറവമ്മലയുടെ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് പൊട്ടിച്ചെടുത്ത് ഇതിൻ്റെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതുകൊണ്ട് അവിടെ കുറേ ഫില്ലറുകൾ നിൽക്കുന്നുണ്ടോ. ആദ്യം അവർ ആ ഫില്ലർ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതിൽ കൂടെയാണ് ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കാനൊക്കെ ആയിട്ട് റോപ്പ് വർക്കൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് പിന്നെ ഇപ്പോൾ ആ ഫില്ലറിന് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, അതങ്ങനെ നിൽക്കുവാണ്. ഈ താഴെയൊക്കെ ഒരുപാട് വീടുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. തൊട്ട് താഴെ ഇടുക്കി ടൗണാണ്. ഈ ഡാമിൻ്റെ ഒക്കെ ഒരു കപ്പാസിറ്റി ഒക്കെ ഇവിടെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടേ. ഒരു ചരിത്രമൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങളൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇതിനെക്കുറിച്ച് തേടി വീണ്ടും ഒരു യാത്രയാണ് കേട്ടോ. കല്യാണത്തിൻ്റെ മലനിരകളിലേ ഇതിനെക്കുറിഞ്ഞല്ല മേട്ടുക്കുറിഞ്ഞാന്നാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു 2-3 ചെടിയാണ് കണ്ടോളൂ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് നല്ല രീതിയിൽ കുറേ പൂത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ചെടികളുടെ പോക്ക് ഒരു ഡേഞ്ചറാണ്. നോക്കാം കാണാൻ പറ്റുമോ എന്ന്. നമുക്കൊന്ന് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം.
നീലക്കുറിഞ്ഞി കാണാനായിട്ട് ആഗ്രഹിച്ച് വന്നായിരുന്നേ. അപ്പോൾ മേഘാലയ വന്നപ്പം ഒരു മലയോളം നീലക്കുറിഞ്ഞി, എൻ്റെ ചുറ്റോട് ചുറ്റും താഴ്വാരം എല്ലാം മൊത്തം നീലക്കുറിഞ്ഞിയാണ് കേട്ടോ. നീലക്കുറിഞ്ഞി ഇവിടെ നല്ല രീതിയിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടേക്ക് നമുക്ക് വരാൻ പറ്റിയില്ല, ഒരു മണ്ടത്തരമായി പോയി. നമ്മളെ താഴെ ഒരു 3 ചെടിയൊക്കെ കണ്ടുള്ളായിരുന്നേ. ഇതുകൊണ്ട് എൻ്റെ പുറകിലൊക്കെ ആ ഒരു മേഖല ഇവിടെ എല്ലാം കുറിഞ്ഞാണ്. ഇപ്രാവശ്യം നമ്മളൊരു മൈക്കും കൂടെ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. നോയിസ് ക്യാൻസലേഷൻ എത്രത്തോളം കിട്ടുന്നറിയില്ല. ഇവിടെ ഭയങ്കര കാറ്റുമാണ്. അപ്പൊ ഇച്ചിരി വെയിലും തെളിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഈ താഴെയുള്ള കുറിഞ്ഞിച്ചെടികളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നിങ്ങളൊക്കെ വരികയാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ വരണം കേട്ടോ ഇങ്ങോട്ടെ. ഇതിന്റെ ഇലയുടെ കട്ടി ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നമ്മുടെ പനിക്കുറുക്കയൊക്കെ പോലെ നല്ല കട്ടിയുള്ള ഇലയാണ് ഇതിനെ. പക്ഷേ എന്നിരുന്നാലും ഇതിന്റെ പൂവ് അടിപൊളി കാഴ്ചയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വെട്ടിക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നതാണ്. ഇവിടെ എല്ലാം ഉണ്ട്. ഇതിപ്പോൾ കാണിച്ചാൽ നമ്മളെ കുറേ സമയം പിടിക്കും. ഇങ്ങനെ അടുത്തടുത്ത് ചെല്ലുമ്പോൾ ഓരോരോ ചെടികൾ വേറെ വേറെ. അവിടെ ഒരു ചെടി, മുകളിലോട്ടെല്ലാം നിറച്ച് നിൽക്കുന്നു. ഈ സൈഡിലെല്ലാം ചെടികളാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നുണ്ടോ? പക്ഷെ ഈ മഞ്ഞാണ് നമുക്കിപ്പോൾ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. മഞ്ഞത്തെ നമുക്ക് അധികം കാഴ്ചകൾ ഇവിടെ കിട്ടാതായി പോട്ടോ. ആ ഒരു താഴ്വാരം കംപ്ലീറ്റും. എനിക്ക് കുറച്ച് ആവേശമൊക്കെ കൂടി പോകുന്നുണ്ടോ ഇത് കണ്ടിട്ട്, ക്ഷമിക്കുക. പറഞ്ഞത് തന്നെ പിന്നെ ചില സമയത്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കാണുമ്പോൾ അങ്ങനെയൊക്കെ നമ്മളങ്ങ് പറഞ്ഞു പോകും കേട്ടോ. ഈ കല്ലിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെയൊക്കെ കയറുന്നുണ്ടല്ലോ, വളരെയധികം സൂക്ഷിച്ചോളും. അവനിങ്ങനെ ഇളം കാറ്റത്ത് നിന്ന് ഇങ്ങനെ തലയാട്ടി നിൽക്കുവോളെ. ഇതൊന്നും പറിച്ചോണ്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഫോറസ്റ്റ് നിയമപ്രകാരം ഇതൊന്നും നമ്മളൊന്നും പറിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് കാണുക, ആസ്വദിക്കാൻ പോവാ, അത്രേ ഉള്ളൂ. ഈ മുകളിലൊക്കെ കല്ലിരിക്കുന്നുണ്ടോ, എന്തൊരു അപകടം പിടിച്ചോ. കല്ലൊക്കെ ഉരുണ്ടു വന്നാൽ ഡാമിൽ പോയി കിടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നീലക്കുറിഞ്ഞി കാഴ്ചകൾ. ഞാനൊരു കല്ലിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തത്തിത്തേട വെച്ചോണ്ടിരിക്കുകയാണ് അങ്ങോട്ട് തിരിയാൻ വേണ്ടി. നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവര് ഉടനെ വരിക. കാരണം ഈ പൂ നിങ്ങൾ കണ്ടോ, ഇത് വളരെ നൈസായിട്ടുള്ള ഒരു പൂവാളെ. ഒരു കനമെന്ന് പറയുന്ന ഈ സാധനത്തിന് ഇല്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരികയാണെങ്കിൽ കാണാം. ഈ പൂ പൊഴിഞ്ഞു കഴിയുമ്പോൾ, ഞാൻ അന്ന് താഴെ കണ്ടത് ഇതായിരുന്നു, പൂ പൊഴിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ കറുത്തു പോകും കേട്ടോ. പൊഴിയാത്ത പൂവിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതാ, ഇത് കണ്ടോ, ഇത് വിരിഞ്ഞു വരുന്നതാണ്. ഇതൊക്കെ ഇനിയും വിരിഞ്ഞു വരുന്നതാണ്. അടുത്തടുത്ത ദിവസങ്ങൾ ഇവന്മാർ പൂക്കും. ഇത് ഇനി പൂത്ത് കഴിഞ്ഞാൽ പിന്നെ 12 കൊല്ലം കഴിഞ്ഞ് പൂക്കത്തുള്ളൂ കേട്ടോ. അതോടുകൂടി ഈ ചെടിയൊക്കെ തീരുവാണേ. പിന്നെ അത് പൊട്ടി മുളച്ച് വീണ്ടും പരുവത്തിലായി വരണം, എന്നാലേ ഇത് സെറ്റാവുള്ളൂ. അപ്പോഴേ നമുക്കത് പിന്നീട് അത് കാണാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ഇറങ്ങ് ഇപ്പോൾ പോകുവാണ്, ഭയങ്കര ചടങ്ങ്. അപ്പോൾ ഇതാ
അപ്പോൾ കൂട്ടുകാരെ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണേ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.